സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന പേപ്പറിൽ ഏറ്റവും അവസാനമായി നമുക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് എമർജിംഗ് ട്രെൻഡ്സ് എന്ന ചാപ്റ്റർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്ന നൂതന സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം ആണ് ഇത്. പ്രധാനമായും 3 തരത്തിലുള്ള വ്യതിയാനങ്ങളാണ്, ട്രെൻഡുകളാണ് ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടതായി ഉണ്ടായിരിക്കുന്നത്. അതിൽ 1 ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയർ, 2 സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ SOA, 3 ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് SaaS. ഇവയെപ്പറ്റി ഈ ചാപ്റ്ററിൽ വളരെ ഹ്രസ്വമായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയർ എന്താ എന്ന് പരിശോധിക്കാം. ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്ലയൻറ്റും സെർവറും സോഫ്റ്റ്വെയർസ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സെർവറിനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുക. ക്ലയൻറ്റിന് ഒരു വളരെ ലളിതമായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത്, ക്ലയൻറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമറാണ്, സർവീസ് കൺസ്യൂം ചെയ്യുന്ന ആൾ. കടകളിൽ പോയി സാധനം വാങ്ങിക്കുന്ന ആൾ നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് പോലെ ഇവിടെ സർവീസ് കൺസ്യൂം ചെയ്യുന്ന ആളാണ് ക്ലയൻറ്റ്. എന്നാൽ സർവീസ് കൊടുക്കുന്ന ആളാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സെർവർ. ഒരു മാർജിൻ ഫ്രീയിൽ പോയി നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ മാർജിൻ ഫ്രീ നടത്തുന്ന ഓണർ, അവിടെ നിൽക്കുന്ന ജീവനക്കാർ നമുക്ക് നൽകുന്ന ആളും പ്രൊവൈഡറും അല്ലെങ്കിൽ സെർവറും നമ്മൾ ക്ലയൻറ്റും ആകുന്നു എന്നുള്ളതാണ്. ഈ കൺസെപ്റ്റ് അടിസ്ഥാനമാക്കി വേണം ഇനി മുന്നോട്ട് ചിന്തിച്ച് പോകാൻ. ക്ലയൻറ്റ് സെർവർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയത്തില്ല. കാരണം അത് വർഷങ്ങളായി സൊസൈറ്റിയിൽ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനം ആണെന്ന് പറയേണ്ടതായി വരും. ഉദാഹരണമായി ഒരു അധ്യാപകൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അധ്യാപകൻ അവിടെ ക്ലയൻ്റായി മാറുന്നു, ഡോക്ടർ സെർവറും. അതേ ഡോക്ടർ തന്നെ ഒരു ബാർബറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഡോക്ടർ ക്ലയൻ്റ് ആകുന്നു, ബാർബർ അവിടെ സെർവറാകുന്നു. ഈ 2 ആൾക്കാരും ഒരു ലോയറിൻ്റെ അടുത്ത്, ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ വക്കീൽ സെർവറും ഡോക്ടറും അധ്യാപകനും ബാർബറും ഒക്കെ ക്ലയൻറ്റുകളുമായി മാറും. അതായത് ഈ ക്ലയൻറ്റും സെർവറും ആയിട്ടുള്ള ആൾക്കാർക്ക് പല റോളുകളിൽ മാറേണ്ടി വരും എന്നൊക്കെയുള്ള സൂചനകളാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയ കൺസെപ്റ്റ് അല്ല, പഴയ കൺസെപ്റ്റ് തന്നെയാണ്. കൺസിഡറിങ് ദ ലെവൽ ഓഫ് പോപ്പുലാരിറ്റി, പോപ്പുലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് സെർവർ നമുക്ക് ഇങ്ങനെ പറയാം, ഒത്തിരി അഡ്വാൻറ്റേജസ് ചില ഡെവലപ്മെൻറ്റ് മോഡലുകളിൽ ഉണ്ട്. നമുക്ക് പഠിക്കാൻ പോകുന്നത് ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് ഉള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി വിശകലനം ചെയ്യാൻ പോകുന്നത്. There are many reasons for the popularity of client server model. ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയർ പോപ്പുലർ ആകാനായിട്ട് ഒത്തിരി അനവധി കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. അതിൽ ചില കാരണങ്ങൾ നമുക്ക് ചർച്ച ചെയ്തു പോകുന്നത് ഒന്നായിരിക്കും എന്ന് തോന്നുന്നു. ഒന്നാമതായി കൺകറൻസി എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. കൺകറൻസി എന്നാൽ ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയർ സാധാരണയായി അതിന് എന്തുമാത്രം കമ്പ്യൂട്ടിംഗ് വർക്കുണ്ടോ, ചെയ്യാനായിട്ടുണ്ടോ, അത് ഡിവൈഡ് ചെയ്ത് പല ക്ലയൻറ്റുകൾക്കായിട്ട് കൊടുക്കുകയാണ് പതിവ്. സെർവർ കോമ്പണൻസ് ഈ ഡിവൈഡ് ചെയ്യുന്നതിൽ സെർവറിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും പല മെഷീനുള്ളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സെർവർ സൊല്യൂഷൻസ് ഇൻഹറൻ്റ്ലി കൺകറൻറ്റ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫർ ദി അഡ്വാൻറ്റേജ് ഓഫ് ഫാസ്റ്റർ പ്രോസസ്സിംഗ്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാതെ ഒരേ കാര്യം തന്നെ ഡിവൈഡ് ചെയ്ത് പലതായി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി പല ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ച് തിരിച്ച് അസംബിൾ ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് പ്രോസസ്സിംഗ് വളരെ വേഗതയിലാവുന്നു, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വേഗതയിൽ ചെയ്തു കിട്ടുന്നു എന്ന് പറയുവാൻ കഴിയും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ലൂസ് കപ്ലിംഗ് എന്നുള്ളതാണ്. ക്ലയൻറ്റും സെർവറും കോമ്പണൻസ്
തമ്മിൽ ലൂസായിട്ടാണ് കപ്പിൾ ചെയ്തിരിക്കുക. കപ്ലിങ്ങും കൊഹഷനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ ലൂസായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ലൂസ്ലി കപ്പിൾഡാണെങ്കിൽ നമുക്ക് എളുപ്പം ഒരു മോഡ്യൂളിൽ നിന്ന് ഒരു ക്ലയൻറ്റിന് വേറൊരു ക്ലയൻറ്റിനെയോ സെർവറിനെ ക്ലയൻറ്റിനെയോ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ലൂസ്ലി കപ്ലിംഗ് ആണ് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് കാണുന്നു. തേർഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചാൽ ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ് ആൻഡ് റിമൂവ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്, അല്ലേ? വളരെ എളുപ്പത്തിൽ ക്ലയൻറ്റിനെയും സെർവറിനെയും ബന്ധിപ്പിക്കാനും അവയെ തമ്മിൽ വേർപിരിക്കാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിലിറ്റി മൂന്നാമത്തെ അഡ്വാൻറ്റേജായി മാറുന്നു. ആൾസോ ക്ലയൻറ്റ് ക്യാൻ ആക്സസ് ദ സെർവേഴ്സ് ഫ്രം എനിവെയർ. അതുകൂടാതെ തന്നെ ക്ലയൻസിന് ലോകത്തെവിടെ നിന്ന് വേണമെങ്കിലും നെറ്റിൻ്റെ സഹായത്തോടു കൂടി സെർവേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ, അല്ലേ? നമ്മൾ ജിമെയിലിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്ലയൻറ്റായും ജിമെയിൽ റൺ ചെയ്യുന്ന ആ കമ്പ്യൂട്ടർ സെർവറായും ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ലോകത്ത് എവിടെ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ആക്സസ് ചെയ്ത് കിട്ടുന്നു. നമുക്കറിയത്തില്ല നമ്മുടെ മെയിൽ ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തത്, പക്ഷേ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്ത് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ പ്രദാനം ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. നാലാമതായി നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് കാണുന്നു. ക്ലയൻറ്റ്സ് ആൻഡ് സെർവർ പാരഡിം യൂഷ്വലി ലീഡ്സ് ടു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസിലേക്കാണ് സാധാരണ പോകുന്നത്. കാരണം ക്ലയൻറ്റ്സ് സാധാരണ റൺ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ്. എന്നാൽ സെർവറുകൾ വളരെ ഇച്ചിരി വില കൂടിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലുമാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. Even to use a sophisticated software, one needs to own only a cheap client machine to invoke the server. ഒരു വിലപിടിപ്പുള്ള സെർവറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ വില കുറഞ്ഞ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ആക്സസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായും വളരെ എഫിഷ്യൻറ്റുമായിട്ടും ചെയ്യുന്ന സർവീസിനെ ചീപ്പായിട്ട് നമുക്ക് ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുക. അഞ്ചാമതായിട്ട് ഹെറ്ററോജീനിയസ് ഹാർഡ്വെയർ ആണെന്ന് കാണാനായിട്ട് കഴിയും. ക്ലയൻറ്റ് സെർവറിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് ഹെറ്ററോജീനിറ്റി. ഹോമോജീനിറ്റി നമുക്കറിയാം, ഒരുപോലെയുള്ളതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുക. ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായവ, അല്ലേ? പല തരത്തിലുള്ളവ എന്നാണ് അർത്ഥം. ക്ലയൻറ്റ് സെർവർ സൊല്യൂഷനിൽ ഇറ്റ് ഈസ് ഈസി ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് സെർവേഴ്സ് ദാറ്റ് ക്യാൻ എഫിഷ്യൻ്റ്ലി സോൾവ് സ്പെസിഫിക് പ്രോബ്ലംസ്, അല്ലേ? നമ്മുടെ ക്ലയൻറ്റ് സെർവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ സ്പെഷ്യലൈസ്ഡ് സെർവേഴ്സ് നമുക്ക് ഉപയോഗിച്ച് വളരെ എഫിഷ്യൻ്റായിട്ട് ഏതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാനായിട്ട് കഴിയും. It is possible to efficiently integrate heterogeneous computing platform, അല്ലേ? അപ്പോൾ അതിനർത്ഥം ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റിനെയും സെർവറിനെയും വളരെ ലളിതമായി ഒരുമിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു കമ്പ്യൂട്ടർ വിൻഡോസിലും വേറൊന്ന് ലിനക്സിലും വർക്ക് ചെയ്താൽ അവിടെ അതിന് ഹെറ്ററോജീനിറ്റി എന്ന് പറയും. രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടർ. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെർവേഴ്സിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ നേട്ടമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഹെറ്ററോജീനിയസ് ഹാർഡ്വെയർ ആണ് അഞ്ചാമത്തെ പ്രത്യേകത. ആറാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോൾട്ട് ടോളറൻസ് എന്ന് കാണുന്നു. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണയായി ക്ലയൻറ്റ് സെർവർ സൊല്യൂഷൻസ് ഒക്കെ തന്നെ ഫോൾട്ട് ടോളറൻ്റ് എന്ന് പറയാനായിട്ട് കഴിയും. കാരണം ഒത്തിരി സെർവറുകളിൽ ഒരേ സർവീസ് തന്നെ റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സെർവർ ഡൗൺ ആണെങ്കിൽ നിങ്ങളോട് പറയും ഈ സെർവർ ഡൗൺ ആണ്, മിറർ സെർവർ വേറൊന്നുണ്ട്, അതിൽ നിന്ന് എടുക്കട്ടെയോ എന്ന് ചോദിക്കാറുണ്ട്. അതിനർത്ഥം ഒന്ന് ഡൗൺ ആയാലും അതിൻ്റെ അതേ പതിപ്പ് മറ്റൊരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് മുഖാന്തരം ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഒരു ജോലി ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് നേട്ടം. സോഫ്റ്റ്വെയർ ഫീൽഡിൽ അത് വളരെ പ്രചാരം നേടിയ ഒരു സംവിധാനമാണ്. കാരണം പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം, ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഇരുന്നൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നേട്ടം, ഇവിടെ ഒരു ഹർത്താൽ വന്ന് ഇവിടുത്തെ ഓഫീസ് പണി മുടക്കിയാലും ആ ദിവസം പണി നടക്കാതിരിക്കത്തില്ല, മറ്റൊരു സ്ഥലത്ത് പണി നടക്കും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം.
ഫോൾട്ട് ടോളറൻ്റ് ആണ്. പ്രശ്നങ്ങൾ വന്നാലും അത് സഹിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രശ്നമല്ലാതെ അതിനെ കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സെർവർ അൺഅവൈലബിൾ ആണെങ്കിൽ ക്ലയൻറ്റിന് ഡയറക്റ്റ് ടു അതർ വർക്കിംഗ് സെർവറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഏഴാമത്തത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണ്. മൊബൈൽ ഡിവൈസിന് ഈ ക്ലയൻറ്റ് സെർവർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. സെൽഫോൺസ് പോലെയുള്ള ഹാൻഡ് ഹെൽഡിങ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് വളരെ ലളിതമായ പ്രോസസ്സിംഗ് പവറുകളാണ് അവയ്ക്കുള്ളത്. അവയ്ക്ക് കീബോർഡുകൾ ചിലപ്പോൾ കാണാതിരിക്കും. വളരെ ചെറിയ മെമ്മറിയാണുള്ളത്. LCDയുടെ കുഞ്ഞ് ഡിസ്പ്ലേ ആണുള്ളത്. അവയൊക്കെ വെച്ച് തന്നെ നമുക്ക് ക്ലയൻറ്റ് സെർവറിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നത് മുഖാന്തരം മൊബൈൽ കമ്പ്യൂട്ടിംഗ് വളരെ എളുപ്പമായി ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഹാൻഡ് ഹെൽഡിന് ഡിവൈസിന് ലിമിറ്റഡ് പ്രോസസ്സിംഗ് പവറും സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉണ്ടെങ്കിലും അല്ലേ, അത്ര ചെറിയ കപ്പാസിറ്റി ഉള്ളവയ്ക്കും ക്ലയൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് മുഖാന്തരം അവയ്ക്ക് വലിയ സെർവറുകളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നു, വലിയ ജോലികൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ടു പെർഫോം എനി നോൺ ട്രിവിയൽ ടാസ്ക് ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പോസിബിളി സപ്പോർട്ട് ദി നെസസറി യൂസർ ഇൻ്റർഫേസ് ടു പ്ലേസ് റിക്വസ്റ്റ് ഓൺ സം റിമോട്ട് സർവീസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില അത്യാവശ്യ സർവീസുകൾക്ക് നിങ്ങൾക്ക് റിമോട്ട് ആയിട്ടുള്ള സെർവറുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് ചെയ്യാനായിട്ടുള്ള സംവിധാനവും ഒരുക്കുന്നു എന്നുള്ളതാണ് ക്ലയൻറ്റ് സെർവറിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവിഷനിങ് ആണ്. മെനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ദാറ്റ് ആർ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ടു ഓൺ. അല്ലെ, സാധാരണയായിട്ട് നമുക്കറിയാം ചില ആപ്ലിക്കേഷൻസ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം പണം കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് വാങ്ങാൻ പാടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് അപ്രോച്ച് ക്യാൻ ബി യൂസ് ടു മേക്ക് ദി സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അഫോർഡബിൾ ഫോർ യൂസ്. അല്ലെ, നമുക്ക് വില കൊടുത്ത് വാങ്ങാതെ തന്നെ മറ്റൊരാൾ വില കൊടുത്ത് അത്തരം സംവിധാനം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിനെ ഹയർ ചെയ്തുകൊണ്ട് നമുക്ക് അതേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നമുക്ക് ടൂർ പോകണമെങ്കിൽ കോളേജിന് ഒരു ബസ് 20 ലക്ഷം രൂപ കൊടുത്തൊരു ബസ് വാങ്ങിയിടാൻ കഴിയുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, വേറെ പണമുള്ള മുതലാളിമാർ നടത്തുന്ന ബസ്സിനെ നമ്മൾ ഹയർ ചെയ്ത് ടൂർ പോകാനായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്വയമായിട്ടൊരു ബസ് വാങ്ങാതെ തന്നെ നമുക്ക് തുച്ഛമായ നിരക്കിൽ ബസ്സിൻ്റെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അതുപോലെയാണ് സോഫ്റ്റ്വെയർ. വളരെ വില കൂടിയ സോഫ്റ്റ്വെയർ നമുക്ക് ലളിതമായിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ദിസ് അപ്രോച്ച് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡർ അല്ലേ. അപ്പോൾ അത്തരത്തിൽ ചില ആപ്ലിക്കേഷൻ സർവീസ് നൽകുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർ അത്തരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ കമ്പ്യൂട്ടർ സജ്ജമായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ദ യൂസേഴ്സ് ഉണ്ട് പേ ദി ASP അല്ലെ. ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡർ എത്ര ചാർജാണോ ആവശ്യപ്പെടുന്നത് അത്രയും ചാർജ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സർവീസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവിഷനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 9ാമതായിട്ട് കാണുന്നു കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻ്റ് ആണ്. ക്ലയൻറ്റ് സെർവർ പാരഡിം ഫിറ്റ്സ് വെൽ വിത്ത് കോമ്പണൻറ്റ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഫിറ്റ് ആവുന്നത്. കാരണം ഈ കോമ്പണൻറ്റ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഹോൾഡ്സ് ഔട്ട് ദ പ്രോമിസ് ഓഫ് അച്ചീവിങ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ടു കോസ്റ്റ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ സാധാരണയായി നമുക്ക് ഒരു ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് ഈ കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതോടെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നു. ഒരു കോമ്പണൻറ്റ് ഒരാളോട് ചെയ്യാൻ പറയുന്നു, വേറൊരു ഏജൻസിയോട് വേറൊരു കോമ്പണൻറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെയുള്ള കോമ്പണൻറ്റ്സ് ചെയ്തു തരുന്ന എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റത്തെ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് നേട്ടം. കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ഈസ് സിമിലർ ടു ദ വേ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ്സ് ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലോ ഹാർഡ്വെയറുകളോ ഒക്കെ ഇതൊന്നും ഒരു കമ്പനി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ മേടിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെമ്മറി ഒരു ഫേംകാരുണ്ടാക്കുന്നതായിരിക്കും. അതിനകത്ത് ഉപയോഗിക്കുന്ന CPU എന്ന് പറയുന്നത് ഇൻ്റൽ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ മോണിറ്റർ മറ്റൊരു കമ്പനി ചിലപ്പോൾ അസൂസ് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡെല്ലിൻ്റെതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പലരും പല കോമണ്ട് കീ ഉണ്ടാക്കുന്നത് മറ്റൊരാളായിരിക്കാം, ബാറ്ററി വേറൊരാളായിരിക്കാം, അതിൻ്റെ ഹാർഡ് ഡിസ്ക് മറ്റൊരു വിഭാഗം ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നേട്ടം. ഇത്രയൊക്കെ മേന്മകൾ ഞാൻ ക്ലയൻറ്റ് സെർവർ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിന് കുറേയധികം പോരായ്മകളുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ സെക്യൂരിറ്റി തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പല പാളിച്ചകളും ഇത്തരം ക്ലയൻറ്റ് സെർവറിനകത്ത് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് കാണാനായിട്ട്. പിന്നെ മോണോലിത്തിക് ആപ്ലിക്കേഷൻ
Addressing the security concerns is much easier as compared to client server implementations. അപ്പോൾ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നതുള്ളതാണ് വലിയ തലവേദനയാകുന്ന പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് മെനി ഫ്ലെക്സിബിലിറ്റീസ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഫ്ലെക്സിബിലിറ്റി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി പ്രശ്നമായിട്ട് മാറും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ഓരോ ദിവസം ദൈനംദിനം പത്രത്തിൽ കാണുന്ന വാർത്തകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ചിന്താഗതികൾ കാണാനായിട്ട് കഴിയും. എവിടെയാണോ ഫ്രീഡം കൂടുതൽ കൊടുക്കുന്നത് അവിടെ ഈ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി ഒരു ത്രെട്ടാകുന്നു എന്ന് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് ക്യാൻ കണക്ട് യു സെർവർ ഫ്രം എനിവെയർ. ഒരു ക്ലയൻറ്റിന് എവിടെ ഇരിക്കുന്ന ഏത് സെർവറുമായിട്ടും കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഈ ക്ലയൻറ്റിന് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു സംശയം. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ഹാക്കേഴ്സ് ടു ബ്രേക്ക് ദി സിസ്റ്റം. ഹാക്കർമാർക്ക് വളരെ ലളിതമായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമായി ഇത് മാറുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സെക്യൂരിറ്റി ഒരു പ്രധാന പ്രശ്നമായിട്ട് അതുകൊണ്ട് അവശേഷിക്കുന്നത്. ദെയർഫോർ എൻഷുറിംഗ് സെക്യൂരിറ്റി ഓഫ് എ ക്ലയൻറ്റ് സെർവർ സിസ്റ്റം ഈസ് എ വെരി ചാലഞ്ചിങ് ടാസ്ക്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്നുള്ളത്. സെർവേഴ്സ് ക്യാൻ ബി ബോട്ടിൽ നെക്സ്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സെർവറുകൾക്ക് ക്യാൻ ബി ബോട്ടിൽ നെക്കുകളാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെർവേഴ്സ് ക്യാൻ ടേൺ ഔട്ട് ടു ബോട്ടിൽ നെക്ക് ബിക്കോസ് മെനി ക്ലൈൻറ്റ് മൈറ്റ് ട്രൈ ടു കണക്ട് ടു എ സെർവർ അറ്റ് ദ സെയിം ടൈം. നമ്മൾ ആലോചിച്ച് ഒരേ സമയത്ത് തന്നെ ഒത്തിരി ആൾക്കാർ ഒരു സെർവറിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ നെക്ക് ആവുന്നു. അതായത് സെർവറിന് ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ് അല്ലേ. നെക്ക്, ബോട്ടിലിൻ്റെ നെക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ ഇടുങ്ങിയതാണ്. അതിനകത്ത് ബോട്ടിൽ അതിൻ്റെ വയറ് വലുപ്പമുള്ളതായിരിക്കും, അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പോൾ സെർവേഴ്സിന് ഈ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി ആൾക്കാർ ഒരേ സമയത്ത് ഒരു സർവീസ് ആക്സസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, ഇപ്പോൾ SLC റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രാവിലെ 11 മണിക്ക് 6 ലക്ഷം ആൾക്കാരെ ഒരുമിച്ച് ഒരു സെർവറിനെ ആക്സസ് ചെയ്യുന്നത് അല്ലേ. ഒരു 5 മണിക്കൂർ വൈകുന്നേരം ആയി കഴിയുമ്പോൾ പിന്നെ ആരും ആക്സസ് ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ പീക്ക് ടൈം ആകുമ്പോൾ സെർവറുകൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് കാണാനായിട്ട് കഴിയുന്നത്. ദിസ് പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു ഫ്ലെക്സിബിലിറ്റി ഗിവൻ ദാറ്റ് എനി ക്ലയൻറ്റ് ക്യാൻ കണക്ട് എനി ടൈം റിക്വയർഡ് അല്ലേ. ഏത് ക്ലയൻറ്റിന് എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ടൈം സ്ലോട്ട് വെച്ച് സമയം കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ അതിനെ ലളിതമാക്കാൻ കഴിയുമെന്ന് കാണാം. പിന്നെ വരുന്നത് കോമ്പാറ്റിബിലിറ്റിയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സെർവർ മേ നോട്ട് ബി കോമ്പാറ്റിബിലിറ്റി. ചില സമയത്ത് നമ്മളൊരു ക്ലയൻറ്റ് വാങ്ങിച്ച് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവും ഇത് തമ്മിൽ ചേർച്ചയില്ലാത്തതാണ്, പൊരുത്തമില്ലാത്തതാണ് എന്നുള്ളതാണ് പ്രശ്നം. ആ കോമ്പാറ്റിബിലിറ്റി പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സിൻസ് ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ കോമ്പണൻസ് മേ ബി മാനുഫാക്ചർഡ് ബൈ ഡിഫറൻറ്റ് വെൻഡേഴ്സ്. നമുക്കറിയാം ക്ലയൻറ്റും ഒരാൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്, സെർവറും ഒരാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ നോട്ട് ബി കോമ്പാറ്റിബിൾ വിത്ത് ഈച്ച് അതർ റെസ്പെക്ട് ഡേറ്റ ടൈപ്സ്, ലാംഗ്വേജ്, നമ്പർ ഓഫ് പ്രസൻറ്റേഷൻ ഒക്കെ അനുസരിച്ച വണ്ണം കോമ്പാറ്റിബിൾ ആകണമെന്നില്ല. ചിലപ്പോൾ ഡേറ്റ ടൈപ്പ് വ്യത്യാസമായിരിക്കും, ഭാഷ വ്യത്യാസമായിരിക്കും, നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അല്ലെ, ആപ്പിളിൻ്റെ മൊബൈൽ മേടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് രണ്ട് കോമ്പാറ്റിബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. ലിനക്സിൻ്റെ സാധനം വിൻഡോസിൻ്റെ സ്ഥാനം ചിലപ്പോൾ ലിനക്സിലോ പ്ലേ ചെയ്യാൻ ചില സാധനങ്ങൾ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഈ കോമ്പാറ്റിബിലിറ്റി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിന് അത് വളരെ കൂടുതലാണ്. ഇൻകൺസിസ്റ്റൻസിയാണ് അടുത്തൊരു പ്രധാന വിഷയമായിട്ട് തോന്നുന്നത്. റിപ്ലിക്കേഷൻ ഓഫ് സെർവേഴ്സ് ക്യാൻ പൊട്ടൻഷ്യലി ക്രിയേറ്റ് പ്രോബ്ലം ആസ് വെനെവർ ദർ ഇസ് എ റിപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് ഡേറ്റ കമ്മിങ് ഇൻ ടു ഇൻകൺസിസ്റ്റൻറ്റ്. അത് വളരെ പ്രശ്നമുള്ള കേസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്ലിക്കേഷൻ ഓഫ് സെർവേഴ്സ് ഉണ്ടാകുന്നത്. ഒരു സെർവറിന് പകരം പല സെർവേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. അത് അഡ്വാൻറ്റേജിന് നമ്മൾ പറഞ്ഞത് നേട്ടമാണെന്ന് പറഞ്ഞു. കാരണം ഒന്ന് ഡൗൺ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ വരുമ്പോൾ അതൊരു കോട്ടമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കാരണം ഒരു സെർവറിനകത്ത് ഉള്ള ഡേറ്റ വേറൊരിടത്തും കൂടെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് ചേഞ്ചസ് വരുമ്പം മറ്റിടത്തും ചേഞ്ചസ് വരുത്തണം. അതല്ലെങ്കിൽ ഡേറ്റ ഇൻകൺസിസ്റ്റൻ്റ് ആകും. രണ്ടിലുമുള്ള ഡേറ്റ 2 വാല്യൂ ആകും, 2 തരമാകും. അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂ കാണുന്നത്. ഇനി നമുക്ക് ക്ലയൻറ്റ് സെർവറിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ വലതുവശത്ത് 2 ആർക്കിടെക്ചർ രേഖ കാണിച്ചിട്ടുണ്ട്. ഒന്ന് 2 ടയർ ആർക്കിടെക്ചർ, TIRE ആണ്, TOERE അല്ല, TIRE 2 ടയറും. രണ്ടാമത്തത് 3 ടയർ ആർക്കിടെക്ചറാണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും ഇത് 2 ഒന്നാണ്, സാറിനെന്തോ തെറ്റിപ്പോയതാണെന്ന് തോന്നും. അതല്ല, ആദ്യത്തതിനകത്ത് ക്ലയൻറ്റും സെർവറും തമ്മിൽ നേരിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് 2 ടയർ ആർക്കിടെക്ചറിൽ നടക്കുന്നതെങ്കിൽ 3 ടയർ ആർക്കിടെക്ചറിൽ വരുമ്പം ഒരു ടയർ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നു. ഇവിടെ ടയർ എന്ന് പറയുന്നത് ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു ടയർ, സെർവർ എന്ന് പറയുന്ന വേറൊരു ടയറായി മാറുന്നു. 3 ടയർ വരുമ്പോൾ നമ്മൾ മിഡിലിൽ ഒരു ടയർ കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് മിഡിൽ വെയർ.
അല്ലേ? ക്ലയൻറ്റിൻ്റെ സൈഡിൽ ഒരു ടയർ, സെർവറിൻ്റെ സൈഡിൽ മറ്റൊരു ടയർ, മൂന്നാമത്തെ ടയറായി മാറുന്നു മിഡിൽ വെയർ. ഈ പിക്ചർ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ 2 ടയർ 3 ടയർ. ഇനിയുള്ള ഡിസ്കഷനൊക്കെ 2 ടയർ 3 ടയറിനെ ബേസ് ചെയ്തിട്ടാണ്. ദ സിംപ്ലസ്റ്റ് വേ ടു കണക്ട് ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ് ഈസ് ബൈ യൂസിങ് 2 ടയർ. 2 ടയറാണ് ഏറ്റവും ലളിതമായ മാർഗം. മറ്റ് ഇടനിലക്കാരില്ലാതെ നിങ്ങൾ നേരിട്ടൊരു സാധനം വാങ്ങുന്നു, നേരിട്ടൊരാളുമായി ബന്ധപ്പെടുന്നു. അതിനെയാണ് നമ്മൾ 2 ടയർ എന്ന് പറയുന്നത്. അത് ഒരു ടയർ ക്ലയൻറ്റും ഒന്ന് സെർവറും ആയിരിക്കും. ഇനി 2 ടയർ ആർക്കിടെക്ചർ, എനി ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് സർവീസ് ഫ്രം എനി സെർവർ ബൈ സെൻഡിങ് എ റിക്വസ്റ്റ് ഓവർ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ സഹായത്തോടുകൂടി ഏതൊരു ക്ലയൻറ്റിനും ഏതൊരു സെർവറിൽ നിന്നും സർവീസ് സ്വീകരിക്കാനോ കൊടുക്കാനോ ഒക്കെ കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനൊക്കെ കഴിയുമെന്നുള്ളതാണ് നേട്ടമായിട്ട് കാണുന്നത്. പക്ഷേ ലിമിറ്റേഷൻസ് ഓഫ് 2 ടയർ ക്ലയൻറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പറയുന്നത് 2 ടയർ ആർക്കിടെക്ചർ ഫോർ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ദോ ഇസ് എൻ ഇൻറ്റ്യൂറ്റീവ്ലി ഓബ്വിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി നോട്ട് പ്രാക്ടിക്കലി യൂസബിൾ. പലപ്പോഴും പ്രാക്ടിക്കലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, യൂസബിൾ ആകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കോമ്പണൻസ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആൾക്കാർ മാനുഫാക്ചർ ചെയ്യുന്നത് മുഖാന്തരം ചിലപ്പോൾ ഇൻ്റർഫേസിങ്ങിലും സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലും ചില പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ആസ് എ റിസൾട്ട് ദ ഡിഫറൻറ്റ് കോമ്പണൻസ് മേ നോട്ട് ഇൻ്റർഫേസ് വിത്ത് ഈച്ച് അതർ ഈസിലി. 2 കോമ്പണൻറ്റ് തമ്മിൽ എളുപ്പം നമുക്ക് ചേർക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സംജാതമാകുന്നു എന്ന് കാണാം. അതിന് പരിഹാരമായിട്ടാണ് 3 ടയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ വന്നത്. ഇവിടെ ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു. 3 ടയർ ആർക്കിടെക്ചറിൽ ഒരു മിഡിൽ ലെയർ കൂടെ ആഡ് ചെയ്യുന്നു. ക്ലയൻറ്റിനും സെർവറിനും ഇടയിൽ പിക്ചറിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. മിഡിൽ ലെയർ കീപ് ട്രാക്ക് ഓഫ് ഓൾ ദി സെർവേഴ്സ്. മിഡിൽ ലെയറിൻ്റെ ഉത്തരവാദിത്വം എല്ലാ സെർവേഴ്സിനും വേണ്ടിയുള്ള സർവീസസ് ഒരുക്കുക എന്നുള്ളതാണ് മിഡിൽ ലെയറിൻ്റെ ഉത്തരവാദിത്വം. ഇറ്റ് ഓൾസോ ട്രാൻസ്ലേറ്റ് ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇൻ ടു സെർവർ അണ്ടർസ്റ്റാൻഡബിൾ ഫോം. അപ്പോൾ ക്ലയൻറ്റ് ഒരു ആവശ്യമുണ്ടെങ്കിൽ മിഡിൽ വെയറിനോടാണത് പറയുന്നത്. മിഡിൽ വെയർ അത് സെർവറിന് മനസ്സിലാക്കുന്ന രീതിയിൽ ആ പറഞ്ഞ റിക്വസ്റ്റിനെ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ്, മാറ്റിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് ക്യാൻ ഡെലിവർ ഇറ്റ്സ് റിക്വസ്റ്റ് ടു ദ മിഡിൽ വെയർ ആൻഡ് disengage because the middleware will access the data and return the answer to the client. അപ്പോൾ ക്ലയൻറ്റ് മിഡിൽ വെയറിൻ്റെ ഒരു ഡേറ്റയും അവരുടെ ആവശ്യവും കൊടുക്കുന്നു. അവർ അതിനെ സെർവറിന് മനസ്സിലാകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ സർവീസ് വാങ്ങിയതിന് ശേഷം ക്ലയൻറ്റിന് അതിൻ്റെ മറുപടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ സഹായിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇതാണ് 3 ടയർ ആർക്കിടെക്ചർ കാണുന്നത്. മിഡിൽ വെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മിഡിൽ വെയർ കീപ് ട്രാക്ക് ഓഫ് അഡ്രസ്സസ് ഓഫ് സെർവേഴ്സിൻ്റെ എത്ര സെർവർ ഉണ്ടോ ആ സെർവറുകളുടെ എല്ലാം അഡ്രസ്സ് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ എ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇറ്റ് ക്യാൻ ദെയർഫോർ ഈസിലി ലൊക്കേറ്റ് ദി റിക്വയർഡ് സെർവേഴ്സ്. അപ്പോൾ ക്ലയൻറ്റ് ഒരു സെർവറിനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സെർവറിൻ്റെയും ഡീറ്റെയിൽസ് മിഡിൽ വെയർ കീപ്പ് ചെയ്യുന്നത് മുഖാന്തരം വളരെ വേഗതയിൽ ക്ലയൻറ്റിന് സെർവറിൻ്റെ അഡ്രസ്സ് തിരികെ കൊടുക്കാൻ മിഡിൽ വെയറിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ ഫോർമാറ്റ്സ് ഓഫ് ഡേറ്റ ആൻഡ് വൈസ് വേഴ്സ. അതുകൊണ്ട് തന്നെ ഡേറ്റ ക്ലയൻറ്റിനും സെർവേഴ്സിനും തമ്മിൽ വ്യത്യസ്തമായ ഫോർമാറ്റിലാണെങ്കിലും എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. 2 പ്രധാനപ്പെട്ട മിഡിൽ വെയറിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡുകളാണ് കോർബ, കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ, കോർബ എന്നും രണ്ടാമത്തത് COM അല്ലെങ്കിൽ DCOM എന്നറിയപ്പെടുന്ന മോഡലുകൾ, ഡൈനാമിക് മോഡലുകളും അത്തരത്തിലുള്ള 2 മോഡൽ. യഥാർത്ഥത്തിൽ കോർബയെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോർബയെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനും വിരാമം ആകും. വളരെ ലളിതമായ ഒരു പോർഷനാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സദയം ശ്രമിക്കുക. താങ്ക് യു.